ഒരു കൃഷി പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും? ഒന്നും നോക്കണ്ട, ധൈര്യമായി അടുത്ത വെറൈറ്റി കൃഷി ഇറക്കിക്കോളാൻ പറയുകയാണ് കോഴിക്കോടുള്ള 4 കൂട്ടുകാർ. കിഴക്കുംപാടത്തെ എള്ളു കൃഷിയിൽ 100 മേനി വിളയിച്ചിരിക്കുകയാണ് ചെറുകുളത്തൂരിലെ ഈ കർഷകർ. ചെറുകുളത്തൂരിലെ ജൈവ പച്ചക്കറി കൃഷി കൊണ്ട് പേരുകേട്ട കിഴക്കുംപാടത്തെ മനോഹരമായ കാഴ്ചയാണിത്. എൻ്റെ ചുറ്റിലും നീണ്ടു നിവർന്നു കിടക്കുന്നത് 1 ഏക്കറോളം വിസ്തീർണമുള്ള എള്ളു കൃഷിയാണ്. 60 സെന്റിൽ ചെയ്ത തണ്ണിമത്തൻ കൃഷി വമ്പൻ പരാജയമായി. എന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഈ 4 സംഘം തയ്യാറായില്ല. കിഴക്കുംപാടം സ്വദേശികളായ പ്രകാശനും ജയപ്രകാശും മനോഹരനും ബാലകൃഷ്ണനും പരീക്ഷണാർത്ഥമാണ് എള്ളു കൃഷിയിലേക്ക് തിരിഞ്ഞത്. കൃഷി ഓഫീസറെ പ്രോത്സാഹനം കൂടി ഉണ്ട്. ഇതിൽ പെരുവേൽ കൃഷി ഓഫീസർ ആണ് വിത്തെല്ലാം തന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വിത്തിട്ടത്. വിത്തിട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നല്ല വെയിലായിരുന്നു, ഉണങ്ങിയ മണ്ണായതുകൊണ്ട് പിന്നെ മുളയ്ക്കാൻ പ്രയാസമായപ്പോൾ ഞങ്ങൾ വെള്ളമടിച്ച് നനച്ച് ഉണ്ടാക്കിയാണ്. പണ്ട് നമ്മുടെ നെൽവയലുകളിലെ പ്രധാന ഇടവിളയായിരുന്നു എള്ള്. വർഷങ്ങൾക്ക് മുൻപ് കിഴക്കുംപാടത്തെ വയലുകളിൽ എള്ളു കൃഷിയും സുലഭമായിരുന്നു. എള്ള് വിത്തിടുന്നിടത്ത് മാത്രമാണ് അതിൻ്റെ പ്രശ്നമുള്ളത്. കാരണം കുറഞ്ഞ വിത്ത് ഒരുപാട് സ്ഥലത്ത് ഇടാനുള്ള എള്ള് വിത്തിടാനുള്ള ഒരു പ്രയാസമായിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് അത് അറിയില്ല. ഭൂരിപക്ഷം ആളുകൾക്കും അത് അറിയാൻ സാധ്യതയില്ല. കാരണം വിത്ത് അത്രയും കുറഞ്ഞതുകൊണ്ട് ഒരു ഹെക്ടറിന് തന്നെ 1 കിലോ വിത്ത് എന്നുള്ള രീതിയിലാണ് അത് ഉപയോഗിക്കുക. ശൈത്യകാല വിളയായും വേനൽക്കാല വിളയായും എള്ള് കൃഷി ചെയ്യുന്നുണ്ട്. കിഴക്കുംപാടത്തെ സൗഹൃദ കൂട്ടായ്മയുടെ അധ്വാനത്തിൽ വിളഞ്ഞ എള്ളുകൾ വിളവെടുപ്പിനായി ഒരുങ്ങി നിൽക്കുകയാണ്. 3 മാസമാണ് എള്ളിൻ്റെ വിളവ് കാലം. അതൊക്കെ കഴിഞ്ഞ് വിളവെടുക്കാൻ പാകമായി നിൽക്കുകയാണ് ഈ എള്ളുപാടം. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ദൃശ്യ പുതിയട മീഡിയ 1 കോഴിക്കോട്.